എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പുതിയ ചാമ്പ്യൻസ് ലീഗിന്റെ ഫോർമാറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ ഒരു ഫോർമാറ്റൊക്കെ മാറി എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ നിന്നാണ്. പക്ഷേ പിന്നീട് അതിനൊരു ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് ഡ്രോ ഒക്കെ ഇന്നലെ കഴിഞ്ഞാണ്. ആരായിട്ടാണ് ഏറ്റുമുട്ടേണ്ടതെന്നൊക്കെ ഉള്ളത്. അതായത് ഇപ്പോൾ കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ കുറെ ആൾക്കാർക്ക് മനസ്സിലാകാതെയും പോയിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ വർഷം പറയുന്നത് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഗ്രൂപ്പിൽ 4 ടീം ഉണ്ടാവും. ആ 4 ടീം ഇപ്പോൾ ഒരു ടീമിന് ടോട്ടൽ 6 കളി ഉണ്ടാവും. അതായത് ഇപ്പം ബാസിയും അതുപോലെ തന്നെ സിറ്റിയും PSG AC മിലാൻ ഒരു ടീമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രയലിന് ഇതിൽ ഈ ഒരു സിറ്റിന്റെ ഹോമിലും എവയിലും പോയി കളിക്കണം. അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു ബാക്കി 2 ടീമിനോട് അങ്ങനെ കളിക്കണം. അങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വർഷം ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ആണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം എന്ന് പറയുന്നത് ഏകദേശം ടോട്ടൽ ക്ലബ്ബുകൾ എന്ന് പറയുന്നത് 32 ക്ലബ്ബുകൾ മാത്രമാണ്. പക്ഷേ ഈ ഒരു വർഷം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 36 ക്ലബ്ബുകളാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ ടോട്ടലായിട്ട് പങ്കെടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ 6 മത്സരങ്ങളാണ് ഒരു ടീമിനുണ്ടായിരുന്നത്. ആ ഒരു 6 മത്സരങ്ങളിൽ 3 ടീമിനോടാണ് ഏറ്റുമുട്ടുക. പിന്നെ ബാക്കി ഹോം ആൻഡ് എവേ ഇതിലാവും വരിക. പക്ഷേ ഇക്കൊല്ലം അങ്ങനെയല്ല. ഈ ഒരു ടീമിന് ഗ്രൂപ്പ് സ്റ്റേജിൽ കളിക്കേണ്ട കളികൾ എന്ന് പറയുന്നത് 8 മത്സരങ്ങളാണ്. അതിൽ 8 മത്സരങ്ങളിൽ 4 ഹോമും 4 എവേ ആകും. അതുപോലെ തന്നെ ഈ ഒരു 8 മത്സരങ്ങളിൽ ഒരു തൻ്റെ അതായത് ഇപ്പോൾ ഇറ്റലിയിൽ നിന്നുള്ള ഒരു ക്ലബ്ബാണ് പോർട്ടോ വണ്ണിൽ നിന്ന് ഇന്റർ മിലാനാണ് വരുന്നതെന്ന് കൂട്ടുക. അപ്പോൾ ഇന്റർ മിലാന് വേറൊരു ഇറ്റാലിയൻ ക്ലബിനായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഗ്രൂപ്പ് സ്റ്റേജിന്റെ റൂള് നടക്കുന്നത്. അങ്ങനത്തെ ഒരു റൂളും ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു എക്സാമ്പിൾ ആയിങ്ങാണ്ട് റയൽ മാഡ്രിഡിനെ എടുത്ത് നോക്കാം. റയൽ മാഡ്രിഡിനെ വെച്ചുകൊണ്ട് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം. അപ്പോൾ പോർട്ടോ വണ്ണിലാണ് റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നത്. പോർട്ടോ വണ്ണിൽ സിറ്റി, ബൊറൂസിയ ഡോർട്ട്മുണ്ട്, അതുപോലെ തന്നെ ബാഴ്സലോണ, ബയൺ മ്യൂണിക്ക്, ലിവർപൂൾ ഇങ്ങനത്തെ ക്ലബ്ബുകളൊക്കെ ഉണ്ട് ഈ ഒരു പോർട്ടോ വണ്ണിൽ. അപ്പോൾ പോർട്ട് വണ്ണിൽ നിന്ന് റയൽ മാഡ്രിഡിന് കിട്ടിയേക്കുക 2 ടീമുകളായിരിക്കും. അതുപോലെ തന്നെ ആകും ടോട്ടൽ 4 പോർട്ട്സ് ഉണ്ട്. അതായത് പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 4. ഈ ഒരു പോർട്ടിന്റെ ഇത് എങ്ങനെയാന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പൊ 8 മത്സരങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. 8 ടീമിനെതിരെ റയൽ കളിക്കും. ആ 8 ടീമുകൾ എന്ന് പറയുന്നത് പോർട്ട് 1 നിന്ന് 2 ടീം, പോർട്ട് 2 നിന്ന് 2 ടീം, പോർട്ട് 3 നിന്ന് 2 ടീം, പോർട്ട് 4 നിന്ന് 2 ടീം, അങ്ങനെ 8 മത്സരങ്ങളായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ പോർട്ട് 1 നിന്ന് 2 മത്സരങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ ഡ്രോ എടുത്തപ്പോൾ കിട്ടിയത് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡിന് ബൊറൂസിയ ഡോർട്ട്മുണ്ടും അതുപോലെ തന്നെ ലിവർപൂളാണ് പോർട്ട് 1 നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, ഈ ഒരു പോർട്ട് 1 നിന്ന് ഒരു ഹോം മാച്ചും ഒരു എവേ മാച്ചുമാണ് റയൽ മാഡ്രിഡിന് കളിക്കാണ്ടാകുക. റയലിന്റെ ഇതിൽ നോക്കുമ്പോൾ ആ ഒരു ഹോം മത്സരം എന്ന് പറയുന്നത് ബൊറൂസിയ ഡോർട്ട്മുണ്ടിനെതിരെയാണ് സാന്റിയാഗോ ബെർണാബിയിൽ വെച്ച് നടക്കാൻ പോണ കളി. പക്ഷേ ഈ ഒരു എവേ മാച്ച് എന്ന് പറയുന്നത് ലിവർപൂളിന്റെ ആൻഫീൽഡിൽ വെച്ച് കണ്ടാണ് ആ ഒരു മത്സരം നടക്കുന്നത്. അങ്ങനെ ഈ ഒരു പോർട്ട് 2 എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് തന്നെയാവും ഫോളോ ചെയ്യുക. അതായത് ഒരു ഹോമും ഒരു എവയും. ആ പോർട്ട് 3 നിന്ന് ഒരു ഹോമും ഒരു എവയും. അങ്ങനെ ഇപ്പോൾ റയൽ മാഡ്രിഡിന് കിട്ടിയിരിക്കുന്ന ഓപ്പണൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട്, അതുപോലെ തന്നെ ലിവർപൂള്, അറ്റ്ലാന്റ, AC മിലാന്, പിന്നെ സാൾസ്ബർഗ്, ലില്ലെ OSC, സ്റ്റാഡ്ഗട്ട്, പിന്നെ ബ്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടീം. ഇങ്ങനെ 8 ഓപ്പണൻസിനെയാണ് റയലിനെ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഡൗട്ട് ആവും, ഇതിപ്പോൾ എങ്ങനെയാവും ഇതിന്റെ പോയിന്റ്സ് ടേബിൾ വരിക എന്നുള്ളത്. അതായത് നോർമലി ഇപ്പോൾ പ്രീമിയർ ലീഗിന്റെ ടാബിളൊക്കെ എടുത്ത് നോക്കാൻ കാണാൻ പറ്റും. ഏകദേശം 20 ടീമുകൾ അടങ്ങുന്ന ഒരു ടാബിൾ ആയിരിക്കും പ്രീമിയർ ലീഗിന്റെ ടാബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ളൊരു ടാബിളാണ് ഈ ഒരു ഇത് പറയുന്നത്. അതായത് ഈ കഴിഞ്ഞ വർഷം നമുക്കറിയാം കുറെ ഗ്രൂപ്പുകൾ ABC എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് പറയുന്ന ഒരൊറ്റ ഗ്രൂപ്പുള്ളൂ. പക്ഷേ മത്സരങ്ങൾ വേറെ ലെവലായിട്ടാണ് വരിക എന്നുള്ളൂ. അതായത് 36 ടീമുകൾ അടങ്ങിയ ഒരൊറ്റ ഗ്രൂപ്പ്. ഈ ഒരൊറ്റ ഗ്രൂപ്പിൽ ഈ ഒരു ഇപ്പം നടന്ന ഒരു ഫിക്സ്ചറിൽ എടുത്ത ഇപ്പോൾ റയലിന്റെ ഓപ്പണൻസ് അറിയുന്ന ഇത്ര ഓപ്പണൻസ്, അതായത് റയലിന് ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കളിക്കേണ്ട 8 മത്സരങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു 8 മത്സരങ്ങൾ എല്ലാ ടീമുകളും കളിക്കും. ആ എല്ലാ ടീമുകളും കളിച്ചതിന് ശേഷം 1 മുതൽ 8ാം സ്ഥാനം വരെ ഫിനിഷ് ചെയ്തവർക്ക് നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിയും. ഈ 9 മുതൽ 24 വരെയുള്ള ടീംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ 9 മുതൽ 16 വരെയുള്ള ടീംസും അതുപോലെ തന്നെ 17 മുതൽ 24 വരെയുള്ള ടീംസും തമ്മിൽ ഒരു പ്ലേ ഓഫ് മത്സരം നടക്കും. അതായത് ഈ ഒരു യൂറോപ്പ ലീഗിന്റെ റൗണ്ട് ഓഫ് 32 എന്നൊക്കെ അങ്ങനത്തെ ഒക്കെ മാറി ഒരു മത്സരം
മത്സരം. ഈ ഒരു മത്സരം 2 ലെഗ്ഡ് ആവും. അതായത് ഇപ്പോൾ ഈ ഒരു മത്സരം കളിക്കാൻ പോകുന്നത് AC മിലാനും അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയാണെന്ന് കൂട്ടുക. അപ്പോൾ ഈ ഒരു ആസ്റ്റൺ വില്ലന്റെ ഹോം ഗ്രൗണ്ടിൽ നിന്നും അതുപോലെ തന്നെ AC മിലാന്റെ ഹോം ഗ്രൗണ്ടിൽ നിന്നും കളിക്കും. അതായത് 2 ലെഗ്ഡ് ആയിരിക്കും ഈ ഒരു പ്ലേ ഓഫ്. ഈ 2 ലെഗ് കളിച്ചിട്ടാവും ഇതിന് ക്വാളിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത്. അതായത് ഈ ഒരു 9 to 16 വരെയുള്ള ടീമും 17 to 24 വരെയുള്ള ടീമും തമ്മിൽ പ്ലേ ഓഫ് കളിക്കുമ്പോൾ 8 ടീംസ് വിജയിക്കും. ആ 8 ടീംസിനെ ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഓഫ് 16ലേക്ക് എന്താകും ക്വാളിഫിക്കേഷൻ കൊടുക്കും. അങ്ങനെ 16 ടീം ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ആകും. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതായിരിക്കും തന്നെ ആ ഒരു ഫോർമാറ്റിൽ തന്നെയാവും ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് നടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഇപ്പോൾ നമുക്കറിയാം ഡ്രോ ഒക്കെ നടന്നതിൽ ഏറ്റവും കൂടുതൽ ടഫ് ഓപ്പണൻസിനെ കിട്ടിയിട്ടുള്ള ആ ഒരു ടീം അത്രയും ഭാഗ്യശാലികൾ ആരാണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ PSG ആകും അങ്ങനത്തെ ഒരു ടീമായി നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം PSG ഓപ്പണൻസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അത്രയും നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ ആകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു PSG ഇപ്രാവശ്യത്തെ ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ സീസണത്തൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൗണ്ട് ഓഫ് 16ലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ ടഫാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു പഴയ ഫോർമാറ്റ് ആണോ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പുതിയ ഫോർമാറ്റ് ഈ ഒരു സീസണോട് കൂടി ആരംഭിക്കാൻ പോണ ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് മോഡലാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.